കഴിഞ്ഞ ദിവസമാണ് ഒരു ദൃശ്യം കൊണ്ട് ഞെട്ടിയത്. അത് മലപ്പുറം തിരൂർ നേർച്ചക്കട ആന ആക്രമിച്ച സംഭവമായിരുന്നു. അതിലൊരാൾക്ക് പരിക്കേറ്റിരുന്നു, ഗുരുതരമായി പരിക്കേറ്റിരുന്ന തിരൂർ ഏഴൂർ സ്വദേശി പൊട്ടച്ചോലപ്പടി കൃഷ്ണൻകുട്ടി 54 വയസ്സ് മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. കോട്ടക്കൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 58 വയസ്സായിരുന്നു. സമീർ ബിൻ കരീമാണ് വാർത്തകൾ വെച്ചിരുന്നത്. സമീർ, അതിനിടയിൽ ആന ഒരാളെ തുമ്പിക്കൈ കൊണ്ട് കാലിൽ തൂക്കി ഇങ്ങനെ എടുക്കുന്നുണ്ട്. അയാളാണോ കൃഷ്ണൻകുട്ടി? തീർച്ചയായും ഹാഷ്മി, അന്ന് ഈ അക്രമത്തിനിരയായ കൃഷ്ണൻകുട്ടിയാണ് മരിച്ചിരിക്കുന്നത്. തിരൂർ ഏഴൂർ സ്വദേശി പൊട്ടച്ചോലപ്പടി 58 വയസ്സുള്ള കൃഷ്ണൻകുട്ടിയാണ് മരിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റ് കോട്ടക്കൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇക്കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെയാണ് ഈ തിരൂർ പുതിയങ്ങാടി യാഹൂൻ തങ്ങൾ ആണ്ടു നേർച്ചക്കിടെ ഈ ആന ഇടയുന്ന അല്ലെങ്കിൽ ആന വിരണ്ട് ഇതാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തൊട്ടടുത്തുണ്ടായിരുന്ന കൃഷ്ണൻകുട്ടിയെ ആന തുമ്പിക്കൈക്കൊണ്ട് എടുത്ത് ചുഴറ്റി എറിയുകയായിരുന്നു. ഈ ഏറിൽ ഗുരുതരമായി കൃഷ്ണൻകുട്ടിക്ക് പരിക്കേൽക്കുകയും കോട്ടക്കൽ മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു കൃഷ്ണൻകുട്ടി. ഇന്ന് അല്പസമയം മുൻപാണ് ഇപ്പോൾ അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. ഈ പാക്കത്ത് ശ്രീകുട്ടൻ എന്ന് പറയുന്ന ആനയായിരുന്നു ഇത്തരത്തിൽ ഈ കൃഷ്ണൻകുട്ടിയെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കൃഷ്ണൻകുട്ടിക്ക് പുറമെ 27ഓളം ആളുകൾക്ക് സംഭവവുമായി ബന്ധപ്പെട്ട് നിസ്സാര പരിക്കേൽക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. ഈ ആന വിരണ്ട സമയത്ത് ആളുകൾ പരിഭ്രാന്തരായി ഓടുകയായിരുന്നു. ആ ഓടുന്നതിനിടയിലാണ് 27ഓളം ആളുകൾക്ക് ഈ നിസ്സാരമായ പരിക്കേൽക്കുകയും ചെയ്തത്. ഏതായാലും നിലവിൽ കൃഷ്ണൻകുട്ടി മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് വലിയ ആഘോഷങ്ങളുടെ ഭാഗമായി വളരെ ആനന്ദത്തിനും സന്തോഷത്തിനും ഇരിക്കുകയാണ് ഈ ആനയുടെ ആക്രമണം ഉണ്ടാവുകയും ഇത്തരത്തിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഹാഷ്മി, കുട്ടിയാണ് മരിച്ചത്. ഈ നമ്മളെ ദൃശ്യങ്ങൾ കണ്ടതാണ്. ദൃശ്യങ്ങളിൽ അങ്ങേറ്റം ഷോക്കിംഗ് ആയുള്ള ദൃശ്യങ്ങളായിരുന്നു അത്. അങ്ങനെ ഒരു ആന കാലിൽ തൂക്കിയെടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നല്ല കാര്യമായ പരിക്കുണ്ടായിരുന്നു, വലിയ പരിക്കുണ്ടായിരുന്നു. പരിക്കിനെ തുടർന്നാണ് 54 വയസ്സുള്ള കൃഷ്ണൻകുട്ടി, തിരൂർ ഏഴൂർ സ്വദേശിയാണ് പൊട്ടച്ചോലപ്പടി കൃഷ്ണൻകുട്ടി മരിച്ചത്. കോട്ടക്കൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം.